താമറിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ നമ്മളിവിടെ ഡീൽ ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കിങ്ഡം മൊണേറയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കിങ്ഡം മൊണേറ കൊണ്ടുവന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോപ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഗിവൻ ബൈ കോപ്ലാൻഡ്. അയാളത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4 കിങ്ഡം ക്ലാസിഫിക്കേഷനിലാണ്. നമ്മൾ മുമ്പത്തെ സെക്ഷനിൽ പഠിച്ചിരുന്നു. ലൈക്ക് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കാർലസ് ലിനിയേഴ്സ് ആണ് കൊണ്ടുവന്നത്. അവിടെ പ്ലാന്റ് ആൻഡ് അനിമേലിയാണ് ഉള്ളത്. അതുപോലെ തന്നെ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അത് ഏർണസ്റ്റ് ഹേക്കലാണ് കൊണ്ടുവന്നത്. അവിടെ പ്രൊട്ടിസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇവിടെ കോപ്ലാൻഡ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കിങ്ഡം മൊണേറേനാണ്. കിങ്ഡം മൊണേറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ ഓർഗാനിസംസും എന്താണ്? പ്രോക്യാരിയോട്സ് ആയിരിക്കും. അപ്പോൾ കിങ്ഡം മൊണേറ കണ്ടെയ്ൻസ് ഓൾ പ്രോക്യാരിയോട്ടിക് ഓർഗാനിസം. കിങ്ഡം മൊണേറയുടെ സോൾ മെമ്പർ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. കാരണം ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. സോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ലൈക്ക് മൈക്രോസ്കോപ്പിക് അല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. സത്യമാണ്, ഇറ്റ് ഈസ് സിമ്പിൾ സ്ട്രക്ചർ. പക്ഷെ അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. സോ ഇറ്റ് ഈസ് സിമ്പിൾ ഇൻ സ്ട്രക്ചർ ബട്ട് കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ. അത് ഈ ആരിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ബാക്ടീരിയനാണ്. വെൻ വി ആർ ഡീലിംഗ് അബൌട്ട് കിങ്ഡം മൊണേറ. അപ്പോഴാണ് നമ്മൾ ബാക്ടീരിയനെ കുറിച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ബാക്ടീരിയനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആർക്കി ബാക്ടീരിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്. ആർക്കി ബാക്ടീരിയ പേരിൽ തന്നെ ആർക്കെ ആൻഷ്യൻ ബാക്ടീരിയ. യു ബാക്ടീരിയ യു ട്രൂ എന്നാണ് മീനിങ് ചെയ്യുന്നത്. സോ യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. സോ നമുക്ക് ആർക്കി ബാക്ടീരിയ നോക്കാം. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒമ്നി പ്രസൻ്റ് ആണ്, അല്ലെങ്കിൽ കോസ്മോപൊളിറ്റൻ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ടെമ്പറേച്ചർ ഭയങ്കര കൂടുതൽ, അസിഡിറ്റി ഭയങ്കര കൂടുതൽ, ബേസിസിറ്റി ഭയങ്കര കൂടുതൽ. എന്ത് ഹാഷായിട്ട് ഏതൊരു ലിവിങ് ഓർഗാനിസത്തിനും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ആയിരിക്കില്ല. അത്രയും ഹാഷായിട്ടുള്ള എൻവയൺമെൻറ്റിൽ പോലും നമുക്ക് എന്താണ് ഈ ആർക്കി ബാക്ടീരിയനെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരെ ഒമ്നി പ്രസൻറ്റ് അഥവാ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. ഇവർ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പോൾ ദേ ആർ മോസ്റ്റ് ഡൈവേഴ്സ് ഓർഗാനിസം. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ, പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അപ്പോൾ ഇവരുടെ മോസ്റ്റ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓർഗാനിസം ആണെന്ന് പറയാൻ കാരണം ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക് ഉണ്ടായിരിക്കും, ഹെട്രോട്രോഫിക് ഉണ്ടായിരിക്കും. ഇതിൽ ഓട്ടോട്രോഫിക്കിൽ തന്നെ കീമോസിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. ഇനി ഹെട്രോട്രോഫിക്കിലാണെങ്കിലോ പാരസിറ്റിക്കും ഉണ്ട്, സാപ്രോഫൈറ്റിക്. പാരസിറ്റിക്കിൽ തന്നെ എന്താണ്? എക്ടോ പാരസൈറ്റും ഉണ്ട്, എൻഡോ പാരസൈറ്റും ഉണ്ട്. സോ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ട്. ദാറ്റ്സ് വൈ വി കോൾ ദം ആസ് മോസ്റ്റ് ഡൈവേഴ്സ് ഓർഗാനിസം. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉണ്ടെങ്കിലും അവരുടെ മോസ്റ്റ്ലി നമുക്ക് കാണാനായി സാധിക്കുന്ന ഒരു മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹെട്രോട്രോഫിക് ആണ്. അപ്പോൾ ബാക്ടീരിയ ആർ മോസ്റ്റ്ലി എന്താണ്? ഹെട്രോട്രോഫിക് ആണ്. നമുക്കിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ബാക്ടീരിയയുടെ സ്ട്രക്ചർ സിമ്പിളായിട്ട് ഒരു റൗണ്ട് ഷേപ്പാണ് ഇവിടെ വരച്ച് വെച്ചേക്കുന്നത്. സോ ഇവിടെ ഒരു ലൈൻ പോലെ നമുക്ക് കാണാം, ഔട്ട്ലൈൻ വരച്ചേക്കുന്നത്. അതെന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ ആണ്. സോ സെൽ വോൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ദിസ് വൺ ഇത് ജനറ്റിക് മെറ്റീരിയൽ ആണ്. നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയും, കാരണം വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോയിഡ്. ഇതെന്താണ്? പ്ലാസ്മിഡ് ആണ്. വേറെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ് പ്ലാസ്മിഡ്. പിന്നെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫ്ലജൽ ഉണ്ടായിരിക്കാം. പിന്നെ ഇൻഫോൾഡിങ്സ് ഉണ്ടാവാം, അതിനെ മീസോസോം എന്ന് പറയും, അല്ലെങ്കിൽ സീലിയ ഉണ്ടായിരിക്കാം. അതും എന്താണ്? ഫ്ലജല്ലയുടെ പോലെ തന്നെ പർപ്പസ് ആയിട്ടുള്ള ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് എന്ത്? സീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഗനൽസ് ആബ്സെൻ്റ് ആണ്. കാരണം ഇവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. അതുകൊണ്ട് തന്നെ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് എന്താണ്? ഇവിടെ ആബ്സെൻ്റ് ആണ്. ഇനി നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വെറും ന്യൂക്ലിയോയിഡ് മാത്രമല്ല, പ്ലാസ്മിഡ് ഉണ്ട്. സോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ന്യൂക്ലിയോയിഡ് പ്ലസ് പ്ലാസ്മിഡ് ആണ്.
ഇനി നമ്മൾ ബാക്ടീരിയനെ ഷേപ്പിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ റൗണ്ട് ലൈക്ക് ഷേപ്പാണ്, ഒരു സ്പെറിക്കൽ ഷേപ്പാണ് ഉള്ളതെങ്കിൽ അതിനെ കോക്കസ് എന്നാണ് പറയുക. ഇനി 2 റൗണ്ട് ലൈക്ക് അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് അടുപ്പിച്ചിട്ട് വരികയാണെങ്കിൽ അതിനെ ഡിപ്ലോ കോക്കസ് എന്ന് പറയും. ഇനി ഒരു ചെയിൻ ലൈക്ക് ആയിട്ട് ഈ കോക്കസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളതിനെ സ്ട്രെപ്റ്റോകോക്കസ്, നമ്മൾ കേട്ടിട്ടില്ല സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്നൊക്കെ, അതാണ്. ഇനി ഒരു ലാഡോ ഷേപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു എൽ ഷേപ്പ്, 2 സൈഡിൽ നിന്നും എന്താണ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, 2 സൈഡിൽ നിന്നും എന്താണ് ഗ്രോത്ത് ഉണ്ടായിരിക്കും, 2 സൈഡിൽ നിന്നും എന്താണ് ചെയിൻ ഫോം ചെയ്യാൻ പറ്റും, അതിനെ നമ്മൾ സ്റ്റെഫൈലോകോക്കസ് എന്നാണ് പറയുക. ഇനി ഒരു ക്യൂബ് ഷേപ്പിലാണ് ഫോം ചെയ്യുന്നത് ഈ കോക്കസ് എങ്കിൽ നമ്മൾ അതിനെ സാർസിന എന്നാണ് പറയുക. സോ നമ്മളിപ്പോൾ കോക്കസിൻ്റെ ആണ് പറഞ്ഞ്. ഇതേപോലെ തന്നെ ബെസില്ലസിലുണ്ട്, സ്പെറല്ലത്തിൽ വരും, വിബ്രിയോൽ വരും. ഇതിലൊക്കെ എന്താണ് ഇതേപോലെ കോക്കസ്, ഡിപ്ലോബെസില്ലസ്, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോബെസില്ലസ്, ഈ സ്ട്രെപ്റ്റോകോക്കസ് പോലെ തന്നെ അങ്ങനെ ഫോം ചെയ്യാവുന്നതാണ്. സോ സിമ്പിളായിട്ട് ഇനി നമ്മൾ ബെസില്ലസ് അതുപോലെ തന്നെ വിബ്രിയോ സ്പിറല്ലം മാത്രമേ നോക്കുള്ളൂ. അതിന്നൊക്കെ എന്താണ് ഇതേപോലെ ചെയിൻ ലൈക്കോ ക്യൂബ് ലൈക്കോ ഒക്കെ ആയിട്ട് ഫോം ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ബെസില്ലസ് നോക്കാം. ബെസില്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ് റോഡ് ഷേപ്ഡ് ആണ്. സോ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഫിഗർ റോഡ് ഷേപ്ഡ് ഫിഗർ വരച്ചപ്പോൾ ഇവിടെ എന്താണ് ഒരു സ്പോർ നമുക്ക് കാണാനായി സാധിക്കും. ഇതിന് നമ്മൾ എൻഡോസ്പോർ എന്നാണ് പറയുക. ഇത് ഭയങ്കര തിക്കായിരിക്കും. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബെസില്ലസ് എന്ന് പറഞ്ഞാൽ റോഡ് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. സോ അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്കൊരു സ്പോർ കാണാനായി സാധിക്കും. അതിനെ നമ്മൾ എൻഡോസ്പോർ എന്ന് പറയും. അത് തിക്കൻഡ് ആയിരിക്കും. അതിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ എൻഡോസ്പോർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് ജിപ്മറിലൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ദ ആൻസർ ഈസ് കാൽഷ്യം ഡിപ്പിക്കൊളിനിക് ആസിഡ്. അപ്പോൾ എന്താണ് കാൽഷ്യം ഡിപ്പിക്കൊളിനിക് ആസിഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ എല്ലാവർക്കും ഈ എൻഡോസ്പോർ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു ബെസില്ലസിന് എൻഡോസ്പോർ ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാത്തിനും ഉണ്ടോ ചോദിച്ചാൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ABC. എന്താണ് ഈ ABC നോക്കാം. ABC നമ്മൾ എഴുതുക. A എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ആന്ത്രാക്സിനാണ്, B എന്ന് പറയുന്നത് ബെസില്ലസിനാണ്, C എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം. ഈ 3 ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിനാണ് എന്തുള്ളത് എൻഡോസ്പോർ ഉണ്ടായിരിക്കുക. സോ അത്രയേ ഉള്ളൂ. അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സ്പിറലാണ്. സ്പിറലം എന്ന് പറഞ്ഞാൽ സ്പൈറൽ ഷേപ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ബൈൻഡിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്ത് ഉണ്ടാവില്ലേ, അതേപോലെയാണ് ഉണ്ടാവുക സ്പൈറലായിട്ട്. സോ സ്പൈറൽ ഷേപ്ഡിനാണ് നമ്മൾ സ്പിറലം എന്ന് പറയാം. ഇനി വിബ്രിയോ എന്ന് പറയുകയാണെങ്കിൽ അത് കോമ ഷേപ്ഡ് ആണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇതേപോലെയാണ് എന്ത് വിബ്രിയോ ഉണ്ടായിരിക്കുക, കോമ ഷേപ്ഡ്. ഇനി നമുക്ക് ആർക്കിയ ബാക്ടീരിയ നോക്കാം. ആർക്കിയ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ആർക്കിയ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ ബാക്ടീരിയ എന്നാണ് മീനിങ് വരുന്നത്. ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഒംനിപ്രസൻ്റ് ആയത്, കോസ്മോപൊളിറ്റനായി മാറിയത് എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. ഇറ്റ്സ് ബിക്കോസ് ഒരേ ഒരു റീസണേ ഉള്ളൂ, അവരുടെ സെൽ വോളാണ്. അവരുടെ സെൽ വോൾ എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ്റ് സ്യൂഡോമുറിയനാണ്. അപ്പോൾ ഈ സ്യൂഡോമുറിയനാണ് എൻഡ്യൂറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ഷീൽഡായിട്ട് എന്താണ് ബിഹേവ് ചെയ്യുന്നത്. സോ സ്യൂഡോമുറിയനാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് അതിന് എൻഡ്യൂറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഷീൽഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ആർക്കിയ ബാക്ടീരിയയുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹാലോഫൈൽസ് ഉണ്ട്, അതുപോലെ തെർമോ അസിഡോഫൈൽസ് ഉണ്ട്, പിന്നെ മെത്തനോജൻസ് ഉണ്ട്. ഇപ്പോൾ എഴുതിയിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് 3 എണ്ണമാണ് ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഹാലോ സോൾട്ടാണ്, ഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലവിങ്. സോ ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ സോൾട്ട് ലവിങ് ബാക്ടീരിയ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എത്രത്തോളം സലൈനിറ്റി ആവാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം സലൈനിറ്റിയിലും എന്താണ് സ്റ്റേബിളായിട്ട് നിൽക്കാനായിട്ട് ഈ ഹാലോഫൈൽസിന് സാധിക്കും. ഇനി തെർമോ അസിഡോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് തെർമോ ടെമ്പറേച്ചർ, അസിഡിറ്റി. അപ്പോൾ ഇത് രണ്ടും എന്താണ് കുഴപ്പമില്ലാണ്ട് അവിടെയും എന്താണ് അതിജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയനെയാണ് നമ്മൾ തെർമോ അസിഡോഫൈൽസ് എന്ന് പറയുന്നത്. ലൈക്ക് 80 to 85 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലാണെങ്കിലും അവർക്ക് എന്താണ് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാനായി സാധിക്കും. ഇനി മെത്തനോജൻസ് എന്ന് പറയുന്ന ബാക്ടീരിയനെ നമുക്ക് ഗട്ട്സ് ഓഫ് റൂമിനൻസ്, അയപറക്കുന്ന മൃഗങ്ങളുടെ ഗട്ടിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മാഷി ഏരിയാസിലും എന്താണ് കാണാനായി സാധിക്കും. ഈ മെത്തനോജൻസ് ഈ റൂമിനൻസിൻ്റെ ഗട്ടിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കൗഡങ്
അതിൽ നിന്ന് ഗോബർ ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്, മീത്തേൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് യു ബാക്ടീരിയ നോക്കാം. യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ എന്നാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് റിജിഡ് ആയിട്ടുള്ള എന്താണ് സെൽ വോൾ ഉണ്ട്. സോ റിജിഡ് സെൽ വോൾഡ് പ്രസൻസ് ആണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ഈ ബാക്ടീരിയയ്ക്ക് മൊട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫ്ലജല്ല ഉണ്ടായിരിക്കും. സോ ആ ഫ്ലജല്ല വെച്ചിട്ടുള്ള അവരുടെ മൊട്ടിലിറ്റി അതിനാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ അവരുടെ ആ മൂവ്മെൻറ്റിനെ പറയുന്ന പേര് ഫ്ലജല്ലാർ മൂവ്മെൻറ്റ് എന്നാണ്. അപ്പോൾ യു ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ട്രൂ ബാക്ടീരിയ ആണ്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിജിഡ് സെൽ വോൾ ഉണ്ടായിരിക്കും. സോ മൊട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ഫ്ലജല്ല ഉണ്ടായിരിക്കും. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ബാക്ടീരിയയ്ക്ക് മൊട്ടിലിറ്റിക്ക് എന്താണുള്ളത്, ലൈക്ക് മെയിൻ ആയിട്ടുള്ളത് ഫ്ലജല്ല ഉണ്ട്, സീലിയ ഉണ്ട്, പൈലി ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് വരികയാണെങ്കിൽ ആൻസർ വിൽ ബി ഫ്ലജല്ല. പെർട്ടിക്കുലർലി ദ ആൻസർ വിൽ ബി ഫ്ലജല്ല ആണ്, സീലിയ അല്ലായിരിക്കും. ഫ്ലജല്ല ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിന്, മൊട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ബാക്ടീരിയ യൂസ് ചെയ്യുന്നത്. സോ യു ബാക്ടീരിയ ഓക്കെ ആയി, നമുക്ക് മനസ്സിലായി യു ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ട്രൂ ബാക്ടീരിയ ആണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഓക്കെ, ഇനി അതിൽ ഓരോ മോഡ് ഓഫ് ന്യൂട്രീഷനിലും എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻ, അതൊക്കെ ഇനി നോക്കാം. ഇനി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ എന്ന് പറയുന്നത് ഹെറ്ററോട്രോഫിക് ഇൻ നേച്ചറാണ്. സോ അവരെന്താണ് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കില്ല, അതിന് പകരം എന്താണ് ലൈക്ക് വേറെ ആരോ ഉണ്ടാക്കുന്ന ഫുഡ് അവർ അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ മെയിൻലി ഇവിടെ നടക്കുന്നത് ഒന്നില്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ സാപ്രോഫൈറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ നമുക്ക് നോക്കാം. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള മാറ്ററിനെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയനെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണെന്ന് പറയാം. സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയനെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണ്, കാരണം അവരെന്താണ് സാപ്രോഫൈറ്റ്സ് ആണ്, ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്റർ ആണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ പാരസൈറ്റ് ആയിട്ട് അവർ ആക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, എൻഡോ പാരസൈറ്റ് ആയിട്ടും അതുപോലെ തന്നെ എക്ടോ പാരസൈറ്റ് ആയിട്ടും. സോ പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ഡിസീസസ് അവർ കോസ് ചെയ്യുന്നുണ്ട്. എനിമൽസിലായിക്കോട്ടെ പ്ലാന്റ്സിലായിക്കോട്ടെ അവർ കുറേ ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. സോ ടെക്സ്റ്റിലുള്ള 4 ഡിസീസസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ ഇതിന് സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് CT എന്ന് ഓർത്താൽ മതി. CT റിപ്പീറ്റ് ചെയ്യാണ്, CT. ഇതിൽ C സ്റ്റാൻഡ്സ് ഫോർ കോളറ, T സ്റ്റാൻഡ്സ് ഫോർ ടൈഫോയിഡ്, C സ്റ്റാൻഡ്സ് ഫോർ സിട്രസ് കാങ്കർ ആൻഡ് T stands for tetanus. So cholera, typhoid, citrus canker and tetanus. CT ആണ്. സോ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ കഴിഞ്ഞു. ഇനി കീമോട്രോഫിക് ബാക്ടീരിയ ആണ്. കീമോട്രോഫിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സോ നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ്, അമോണിയ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്താണ് ATP ഫോം ചെയ്യും, അല്ലെങ്കിൽ എനർജി ഫോം ചെയ്യാണ് ഇവിടെ കീമോസിന്തറ്റിക് ബാക്ടീരിയാസ് ചെയ്യാം. സോ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവരുടെ മിനറൽ റീസൈക്ലിങ്ങിന് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ നമ്മൾ പറഞ്ഞു ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉള്ള ബാക്ടീരിയാസ് അവർ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണ്. ഇവിടെ കീമോട്രോഫിക് ആയിട്ടുള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ ഉള്ള ബാക്ടീരിയാസ് അവർ യൂസ്ഫുൾ ആണ് എന്തിന്, മിനറൽ റീസൈക്ലിംഗ്. സോ ഇത് രണ്ടും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ഹെറ്ററോട്രോഫിക്കും മിനറൽ റീസൈക്ലിങ്ങിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കീമോട്രോഫിക് ബാക്ടീരിയ ആണ്. ഇനി നമുക്ക് റീപ്രൊഡക്ഷൻ നോക്കാം. റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി ഫിഷൻ വഴിയാണ് നടക്കുന്നത്. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫിഷൻ വഴിയാണ്. സോ ഫിഷനിൽ എന്താണ് ഉണ്ടാകുന്നത്, ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ പിന്നീട് ഇലോങ്ങേറ്റ് ചെയ്ത് വെൽതാവുമ്പോൾ അതിനൊപ്പം തന്നെ അതിൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. ഈ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കാരിയോകൈനസിസ്. അപ്പോൾ ന്യൂക്ലിയർ ഡിവിഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ ആ ജനറ്റിക് മെറ്റീരിയൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം പിന്നീട് എന്താണ് അതിൻ്റെ സൈറ്റോപ്ലാസം എന്താണ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നതിനാണ് സൈറ്റോകൈനസിസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫിഷനിൽ സംഭവിക്കുന്നത് എന്താണ്, ആദ്യം ഇലോങ്ങേഷൻ സംഭവിക്കും, പിന്നെ കാരിയോകൈനസിസ് സംഭവിക്കും, പിന്നീട് സൈറ്റോകൈനസിസ്. ഇതാണ് ഫിഷനിൽ സംഭവിക്കുന്നത്. പക്ഷേ ഇത് ഫേവറബിൾ കണ്ടീഷനിലാണ് ഫിഷൻ സംഭവിക്കുക ബാക്ടീരിയയ്ക്ക്. പക്ഷേ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് നടക്കുന്നതെങ്കിൽ അവിടെ എന്താണ് സ്പോ ഫോമേഷൻ ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ കൊനീഡിയോ സ്പോസ്, അങ്ങനെ വേറെ പല സ്പോസും ഫോം ചെയ്യാം. അതുപോലെ തന്നെ എൻഡോസ്പോസ് വഴിയും എന്താണ് റീപ്രൊഡക്ഷൻ നടക്കാം. അതും എന്താണ് അസെക്ഷൽ സ്പോസ് ആണ്. സോ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ തന്നെയാണ്. ഇതിന് പുറമെ ബാക്ടീരിയയ്ക്ക് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നമുക്കറിയാം ബാക്ടീരിയയുടെ ഒരു ഫിഗർ ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഈ ബാക്ടീരിയയ്ക്ക് ഇതെന്ന് പറയുന്നത് ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോയിഡ് ആണ്. ഈ മുകളിലുള്ള സ്മോൾ സർക്കിൾ
പ്ലാസ്മിഡാണ്. അടുത്ത ബാക്ടീരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആകെ എന്താണ് ന്യൂക്ലിയോയിഡേ ഉള്ളൂ, പ്ലാസ്മിഡ് ഇല്ല. അപ്പോൾ പ്ലാസ്മിഡ് ഉള്ള ഈ ബാക്ടീരിയനെ നമ്മൾ F+ എന്നാണ് പറയുക. ഇനി പ്ലാസ്മിഡ് ഇല്ലാത്ത ഈ ബാക്ടീരിയ F- എന്നാണ് നമ്മൾ പറയുക. സോ ഈ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയയിൽ നിന്നും പ്ലാസ്മിഡ് ഇല്ലാത്ത ബാക്ടീരിയയിലേക്ക് ഈ പ്ലാസ്മിഡ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യും. നമുക്കറിയാം പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ. അപ്പോൾ ഇവിടെ ഈ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലാസ്മിഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സെക്സ്പൈലിയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. ഈ ട്യൂബുലർ സ്ട്രക്ചറാണ് എന്ത് സെക്സ്പൈലി എന്ന് പറയുന്നത്. അപ്പോൾ സെക്സ്പൈലിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ട്രാൻസ്ഫർ സംഭവിക്കുന്നത്. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാരക്ടേഴ്സും ട്രാൻസ്ഫർ ചെയ്യും. സോ ഇറ്റ് ഈസ് എ മോഡ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് കോൺജുഗേഷൻ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ എന്ന് പറയുന്നത് കോൺജുഗേഷൻ ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അൺറിലേറ്റഡ് ആയിട്ടുള്ള പാരൻസ് തമ്മിലാണ് എന്ത് നടക്കുന്നത്, ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സോ അൺറിലേറ്റഡ് ആയിട്ടുള്ള പാരൻസ് തമ്മിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്ന് ജീൻ ട്രാൻസ്ഫർ സംഭവിക്കുമ്പോൾ അതിനെ പറയുന്ന പേര് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്നാണ്. അപ്പോൾ അൺറിലേറ്റഡ് ആയതുകൊണ്ട് അതിനെ ഹൊറിസോണ്ടൽ എന്നാണ് പറയുക. ഇനി റിലേറ്റഡ് ആണെങ്കിൽ അതിനെ വേർട്ടിക്കൽ ട്രാൻസ്ഫർ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ അൺറിലേറ്റഡ് ജീൻ ട്രാൻസ്ഫർ സംഭവിച്ചതുകൊണ്ട് അതിനെ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ എന്ന് പറയും. ഇനി നമുക്ക് മൈക്കോപ്ലാസ്മയും അതുപോലെ തന്നെ എന്താണ് ബ്ലൂ ഗ്രീൻ ആൽഗയാണ് ഇനി നോക്കാൻ പോകുന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ബ്ലൂ ഗ്രീൻ ആൽഗേനെ പറയുന്ന വേറൊരു പേരാണ് എന്ത് സൈനോ ബാക്ടീരിയ എന്ന്. ഈ സൈനോ ബാക്ടീരിയ എന്താണ് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ബാക്ടീരിയയാണ്. ഈ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് ഇവിടെ ഒരു പിഗ്മെൻ്റ് ഉണ്ട് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത്. പക്ഷേ ക്ലോറോഫിൽ എയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹയർ പ്ലാന്റ്സിലേ കാണുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പേര് വന്നത്. സോ ഹയർ പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ ഇത്തരത്തിലുള്ള ഒരു പ്രിമിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയയിൽ വന്നതുകൊണ്ടാണ് സൈനോ ബാക്ടീരിയനെ നമ്മൾ ബ്ലൂ ഗ്രീൻ ആൽഗി എന്നും പറയുന്നത്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ അതുകൊണ്ടാണ് എന്ത് ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയുന്ന ഒരു പേര് അതിന് വന്നത്. ഇതും എന്താണ് ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരിനെ നമുക്ക് ടെറസ്ട്രിയലിലും കാണാനായി സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗേനെ അക്വാറ്റിക്കിലും കാണാനായി സാധിക്കും. അക്വാറ്റിക്കിൽ തന്നെ മറൈനും ആണ്, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും നമുക്ക് എന്താണ് കാണാനായി സാധിക്കും. ഇനി ബ്ലൂ ഗ്രീൻ ആൽഗയുടെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് വലിയൊരു സംഭവമാണ് ബ്ലൂ ഗ്രീൻ ആൽഗി. കുറച്ച് വലിയ സൈസാണ്, ലൈക്ക് കുറേ സെൽസ് ഉണ്ട്, മൾട്ടി സെല്ലുലർ ആണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയുന്നത് യൂണി സെല്ലുലർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. പക്ഷേ ഇവിടെ ഇത്രയും സെൽസ് കാണുന്നത് അത് കൊളോണിയലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. സോ കൊളോണിയൽ ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ് മൾട്ടി സെല്ലുലറായി തോന്നുന്നത്. പക്ഷേ ബ്ലൂ ഗ്രീൻ ആൽഗി എന്ന് പറയുന്നത് യൂണി സെല്ലുലർ ആണ്, അത് കൊളോണിയൽ ആണ്, അതുപോലെ തന്നെ ഫിലമെൻറ്റസ് ആണ്. സോ ഇറ്റ് ഈസ് യൂണി സെല്ലുലർ, കൊളോണിയൽ ആൻഡ് എന്താണ് ഫിലമെൻറ്റസ് ആണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ സർഫസിൻ്റെ മുകളിൽ ആൽഗൽ ബ്ലൂംസ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് വാട്ടർ സർഫസിൻ്റെ മുകളിൽ ഒരു പച്ച കളറൊക്കെ ആയിട്ട് കാണാനായി സാധിക്കും. ഒരു ആൽഗൽ ബ്ലൂംസ് എന്താണ് അവർ ഫോം ചെയ്യാറുണ്ട്. സോ ഈ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പുറത്തുള്ള ഹെയർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ സീലിയ എന്ന് പറയുക. ഇവിടെ ബാക്കിയുള്ളതൊക്കെ എന്താണ് നോർമൽ സെൽസ് ഉണ്ട്. പിന്നെ ഇതിനെ കവർ ചെയ്തിട്ട് മ്യൂസിലേജിനസ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്ത് മ്യൂസിലേജിനസ് ഷീറ്റ് ഈ ബ്ലൂ ഗ്രീൻ ആൽഗേനെ സറൗണ്ട് ചെയ്തിട്ട്. നമ്മൾ പറഞ്ഞു നോർമൽ സെൽസ് ആണ് ഇതൊക്കെ, പിന്നെ സീലിയ ഉണ്ട് പുറത്തെന്ന് പറഞ്ഞു. ഇതിന് പുറമെ ഇവിടെ ഒരു ബ്ലൂ കളറിൽ നമുക്കൊരു സെല്ല് കാണാനായി സാധിക്കും. അതാണ് ഹെട്രോസിസ്റ്റ്. ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് എന്ത് ഈ ബ്ലൂ കളറിൽ നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ അത് ഒരു സ്പെഷ്യൽ സെല്ലാണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷനാണ്. സോ നൈട്രജൻ ഫിക്സ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രോസസ്സുള്ള ഒരു സ്പെഷ്യൽ സെല്ലാണ് എന്ത് ഹെട്രോസിസ്റ്റ്. അത് ബ്ലൂ ഗ്രീൻ ആൽഗയിലാണ് പ്രസൻറ്റ് ആയിട്ടുള്ളത്. സോ ഇത്രയാണ് ബ്ലൂ ഗ്രീൻ ആൽഗേനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മൈക്കോപ്ലാസ്മ നോക്കാം. മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സെൽ വോൾ ഇല്ല. സെൽ വോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അവർക്ക് എന്താണ് ഒരു റിജിഡ് ആയിട്ടുള്ള വോൾ എന്താണ് ആബ്സെൻ്റ് ആണ്. സോ സെൽ വോൾ ഇല്ല, അതുകൊണ്ട് തന്നെ റിജിഡ് ആയിട്ടുള്ള ഒരു വോൾ എന്താണ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല. അവർക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എന്താണ് അക്വയർ ചെയ്യാൻ പറ്റും. സോ ദേ ക്യാൻ അക്വയർ എനി ഷേപ്പ്. അപ്പോൾ അവർക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എന്താണ് എടുക്കാനായിട്ട് സാധിക്കും, അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവരുടെ പ്ലിയോമോർഫിക് ഓർഗാനിസം എന്ന് പറയുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിലും, മോർഫിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷേപ്പാണ്. സോ ഏത്
എക്സ്റ്റേണൽ സ്ട്രക്ചർ വേണമെങ്കിലും എന്താണ് അവർക്ക് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മയ്ക്ക് എന്താണ് ഓക്സിജൻ്റെ ആവശ്യമില്ല അതിൻ്റെ ലൈഫ് സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിന് എന്താണ് ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ യൂസ് ചെയ്യാം, ഓക്സിജൻ യൂസ് ചെയ്യാതെയും അതിന് നിൽക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ അതിന് ഓക്സിജൻ എന്ന് പറയുന്നത് അത്ര നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുമാത്രമല്ല അതിന് ബാക്ടീരിയൽ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് അത്രയും മോസ്റ്റ് ടൈനിയസ്റ്റ് ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ അതിന് ബാക്ടീരിയൽ ഫിൽറ്ററിലൂടെ എന്താണ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതാണ് മൈക്കോപ്ലാസ്മേനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. സോ ഈ സെക്ഷൻ ഇതോടെ വൈൻഡ് ചെയ്യാണ്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ലൈക്ക് ബട്ടൺ. താങ്ക് യു.